This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil, the favourites, are gone. ഇന്നൊരു പക്ഷേ ബ്രസീൽ എന്ന പേര് കേട്ടാൽ പലരും പുച്ഛിക്കുമായിരിക്കും, നെറ്റി ചുളിക്കും. മറുപുറത്ത് അർജന്റീനയുടെ വിജയസൂക്തം കാണുമ്പോൾ അവരെ പരിഹസിക്കാനുള്ള വാക്കുകൾക്ക് പഞ്ഞമില്ലാതെയുമാകും. എന്നാൽ ഇന്ന് അവരുടെ പതനത്തിനും പരാജയങ്ങളും സന്തോഷിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒരു കാലത്ത് ഉറക്കം കിട്ടാതെ അറിഞ്ഞിട്ടുണ്ടാകും. തങ്ങൾക്ക് മുന്നിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ കണ്ട് അമ്പരം നിന്ന് പോയിട്ടുണ്ടാകും. ബ്രസീൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഹൃദയമിടിപ്പിൻ്റെ വേലിയേറ്റങ്ങൾ അവരുടെ ശരീരത്തെ പോലും വിറപ്പിച്ചിട്ടുണ്ടാകും. പ്രതാപങ്ങളുടെയോ പാരമ്പര്യത്തിൻ്റെയോ കഥ പറഞ്ഞ് ബ്രസീലിനെതിരെ ഒരൊറ്റ വാക്കുകൊണ്ട് പോലും ഒരു കാലത്തും വാദിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പരിഹാസ സീമയിൽ നിന്നും ഉയർന്നു വന്നവർക്ക് പരീക്ഷണങ്ങൾ എന്നും ഹരമായിരുന്നല്ലോ. ആഹാരം കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹിസ്റ്ററി അവർ പടുത്തുയർത്തിയതും. പട്ടിണിയും ദാരിദ്ര്യവും അടിമത്തവും കൊടികുത്തി വാണിരുന്നൊരു കാലത്ത് തങ്ങളെ അടിമകളായി കണക്കാക്കിയവരുടെ കയ്യിൽ നിന്നും സ്വന്തം നേടിയെടുക്കുവാൻ പന്ത് തട്ടി തുടങ്ങിയ കഥയാണ് അവരുടേത്. വെള്ളക്കാരുടെ ചെരുപ്പിനിടയിൽ കിടന്നിരുന്നൊരു സമൂഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ആയുധം കൂടിയായിരുന്നു ആ കാൽപന്ത്. അതുകൊണ്ടവർ അതിന് ശീലിച്ചത് വെറും കളിയായിട്ടായിരുന്നില്ല. തങ്ങളെ നിറം കൊണ്ടും രൂപം കൊണ്ടും അകറ്റി നിർത്തിയവരെ മതത്തിൻ്റെ പേരിലും വിശപ്പ് ചൂഷണം ചെയ്തും അടിച്ചമർത്താൻ ശ്രമിച്ചവരുടെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ സഹായിക്കുന്ന കൂടമായിട്ടായിരുന്നു. ആ കൂടം കൊണ്ടവർ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അതവരെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിച്ചു. മാറ്റി നിർത്തിയവർ തന്നെ ആ കളിയിലൂടെ അവരെ ബഹുമാനിക്കാൻ പഠിച്ചു. വർഷങ്ങൾക്കുമിപ്പുറം ലോകം ബ്രസീലിനെ അംഗീകരിക്കുന്നത് പോലും ഫുട്ബോൾ എന്ന കല കൊണ്ട് മാത്രമായിരുന്നു. ഓരോ ചേരിയിലും പഠനത്തെക്കാളേറെ മൂല്യം അവർ കാൽപന്തിന് നൽകിയിരുന്നു. മതത്തിനു പകരം ഫുട്ബോൾ തന്നെ ഒരു വലിയ മതമാക്കി വളർത്തിയെടുത്തു. ഓരോ മുക്കിലും മൂലയിലും ഇതിഹാസങ്ങൾ ജന്മമെടുത്തുകൊണ്ടേയിരുന്നു. കഴിവറ്റ പ്രതിഭകൾ വളർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ തൻ്റെ അച്ഛന് നൽകിയ വാക്കിൽ നിന്നും തൻ്റെ രാജ്യത്തിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ സാവോ പോളോയുടെ തെരുവിൽ നിന്നും ഇറങ്ങിത്തിരിച്ച ഇതിഹാസത്തിൻ്റെ കഥ മാത്രമായിരുന്നില്ല ബ്രസീൽ ഫുട്ബോളിന് പറയാനുണ്ടായിരുന്നത്. 1958 ആദ്യ കിരീട നേട്ടത്തിന് മുന്നേ ഇതിഹാസങ്ങളേറെ പിറവിയെടുത്ത മണ്ണായിരുന്നു അത്. ശേഷം 5 എണ്ണം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ അത് വെറും ഒരു ചരിത്രമായി മാത്രം ഒതുങ്ങാനുള്ളതല്ല. ഓരോ ബ്രസീൽ ജനതയുടെയും അവരെ ആരാധിച്ചിരുന്ന അതാത് കാലഘട്ടത്തിൻ്റേതും കളമൊഴിഞ്ഞ ഇതിഹാസങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. ഇന്നത്തെ തലമുറ ഒരുപക്ഷെ ബ്രസീലിനെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. 21-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഫുട്ബോൾ കാലഘട്ടം കണ്ടു തുടങ്ങിയവർക്ക് അതല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ആ നൂറ്റാണ്ടിൽ നിന്നും ഒരു ദശാബ്ദം പുറകോട്ടൊന്ന് പോകാനാകുമെങ്കിൽ 2002 വേൾഡ് കപ്പിലെ മതിവരാത്ത നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിക്കും. അതുമാത്രം മതിയാകും ഇന്ന് ഈ ലോകത്ത് സംഭവിച്ച എല്ലാത്തിനും പകരം വയ്ക്കുവാൻ. 94 വേൾഡ് കപ്പിന് ശേഷം 2002 ബ്രസീൽ കിരീടം ഉറപ്പിക്കുമ്പോൾ അതവരുടെ ശക്തി ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഏതൊരു എതിരാളിയുടെയും കൺതടങ്ങൾ വിറയ്ക്കുന്ന തരത്തിലായിരുന്നു ആ ജേഴ്സിയിലെ അന്നത്തെ തലമുറ. അന്നത്തെ ബ്രസീലിൻ്റെ വൈക്കിംഗ് കാലഘട്ടം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ, ആ യുഗം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അതുപോലൊരു ടീമിനെ ഒരു കാലത്തും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആ തിരനിറച്ച തോക്കുകളെക്കാൾ ഭീമാകാരമായ കൂട്ടങ്ങളിലൊന്ന് പിന്നീട് ഈ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുമില്ല. റൊണാൾഡോ നസാരിയോ, റിവാൾഡോ, റൊണാൾഡിനോ, കക്ക, കഫു, റോബർട്ടോ കാർലോസ് അടങ്ങുന്ന മികച്ച താരങ്ങളെ കുത്തിനിറച്ച ബ്രസീൽ കാലഘട്ടം അതൊരു ഹരം തന്നെയായിരുന്നു. തങ്ങൾക്ക് മുന്നിൽ വരുന്ന എതിരാളികളെ തച്ചു തകർക്കുന്നതിൽ മാത്രം ഹരം കൊണ്ടിരുന്ന ദ റിയൽ വൈക്കിംഗ് എറ. അതിനു മുകളിൽ വെക്കുവാൻ അന്നും ഇന്നും മറ്റൊരു ടീമും ഉണ്ടായിട്ടില്ല. ഒളിവറിൻ്റെ ജർമ്മനിയെ തകർത്ത് യോക്കോഹാമയിൽ കിരീടമുയർത്തുമ്പോൾ പോലും ഇന്നത്തെ സാഹചര്യം പോലെ തകർച്ചയുടെ ചുഴിയിലായിരുന്നുവെങ്കിലും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നിന്ന കഥയായി മാറുകയായിരുന്നു അവർ. 2002 ശേഷം ബ്രസീൽ സ്ക്വാഡിൽ സമ്പന്നമായ മികച്ച താരങ്ങളുടെ നിരയുണ്ടായിരുന്നുവെങ്കിൽ പോലും 2006-ലും 2010-ലും ഫ്രാൻസിനും നെതർലാൻഡിനും മുന്നിൽ നിർഭാഗ്യം കൊണ്ട് തോറ്റുപോകാൻ മാത്രമായിരുന്നു അവരുടെ വിധി. യഥാർത്ഥത്തിൽ കക്ക, ഡിനോ, റോബിനോ കാലഘട്ടം അവസാനിക്കുന്നതിനു ശേഷം
മറ്റൊരു കൂട്ടർ ബ്രസീലിൻ്റെ മധ്യനിരയെ പുനർജീവിപ്പിക്കുന്നതിൽ വിജയിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ മറിച്ച് അവർ ഒറ്റ പേരിലേക്ക് മാത്രം ചുരുക്കി വായിക്കപ്പെട്ടു. ആ യുവതാരത്തിലേക്ക് മാത്രം വലിയ ഫുട്ബോൾ പാരമ്പര്യം പേറുന്ന ആ രാജ്യം പതിയെ ഒതുങ്ങുവാൻ ആരംഭിച്ചു. മുന്നോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും വരും തലമുറയ്ക്ക് പോലും അവനെ മാത്രം വാഴ്ത്തിപ്പാടേണ്ടി വന്നു. അതെ, ഒറ്റ പേര്, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ഡീനോയ്ക്ക് ശേഷം കാൽപന്ത് ലോകത്തെ അത്രയേറെ ആനന്ദിപ്പിച്ച മറ്റൊരു താരം ഉണ്ടായിരുന്നില്ല. നെയ്മർ ലോകത്തിൻ്റെ ആരാധക പുരുഷനായി മാറുന്നതിനോടൊപ്പം തന്നെ ശരിക്കും അയാൾ വലിയൊരു ഭാരം കൂടി എടുത്തണിയുകയായിരുന്നു. ബ്രസീലിന് ഒറ്റയ്ക്ക് നയിക്കപ്പെടാൻ അയാൾക്ക് പാകപ്പെടേണ്ടി വന്നു. ബ്രസീൽ കുപ്പായത്തിൽ അയാൾക്ക് സമകാലികനായോ പിൻഗാമിയായോ നിരന്തരം ഒപ്പം നിൽക്കുന്നവർ അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയായിരുന്നു ബ്രസീലിനെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. നെയ്മർ ആഘോഷിക്കപ്പെടുന്നത് എത്ര മനോഹരമായിരുന്നു അല്ലേ? അക്കാലത്തെ അജയ്യരായ സ്പാനിഷ് പടയുടെ ഏറ്റവും മികച്ച സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഫെഡറേഷൻ കപ്പ് ഉയർത്തിയായിരുന്നു അയാൾ എല്ലാം ആരംഭിക്കുന്നത്. ശേഷം ഒളിമ്പിക്സും കോപ്പ അമേരിക്കയും സമ്മാനിച്ചിരുന്നുവെങ്കിലും അതിനിടയിൽ മുടന്തേണ്ടി വന്നൊരു കരിയറിനെ അയാൾക്ക് നേരിടേണ്ടി വന്നു. എല്ലുകൾ തകർന്ന വേദനയിൽ മുന്നോട്ട് നീങ്ങിയ കരിയറിൽ യഥാർത്ഥത്തിൽ ബ്രസീലും പതിയെ മങ്ങുകയായിരുന്നു. 2014 സ്വന്തം മണ്ണിലൊരുങ്ങിയ വേൾഡ് കപ്പ് നേടുവാൻ ബ്രസീലിനേക്കാൾ മികച്ചൊരു ടീം ഇല്ലായിരുന്നു എന്നതിന് കാരണവും ഉത്തരവുമെല്ലാം നെയ്മർ എന്ന വണ്ടർ ബോയുടെ സാമ്പാത്താളത്തിൻ്റെ മൂർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. എന്നാൽ സുനികയുടെ ബ്രൂട്ടൽ ഫൗളിനിരയായി പുറത്തേക്ക് പോകേണ്ടി വന്ന നെയ്മറിന് ശേഷം ആ വേൾഡ് കപ്പിൽ മാത്രമല്ല പിന്നീട് ഒരിക്കലും ബ്രസീൽ നടുനിവർത്തി നിന്നിട്ടേയില്ല. ജർമ്മൻ കോട്ട പിളർത്തുവാൻ നെയ്മറില്ലാതെ ഇറങ്ങിയ ബ്രസീൽ പടയ്ക്ക് സ്വന്തം മണ്ണിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ ഭാഗമാകുവാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് നെയ്മർ ഇടവിട്ട് അനുഭവിച്ചറിഞ്ഞ വേദനകളിൽപ്പെട്ട് ബ്രസീലും ദീർഘശ്വാസം വലിച്ചുകൊണ്ടേയിരുന്നു. 2018-ലും 2022-ലും നെയ്മറിനെ മാത്രം മുൻനിർത്തിയായിരുന്നു ബ്രസീൽ ജനത സ്വപ്നങ്ങളേറെ നെയ്തത്. വില്യനും കുട്ടിനെയും ഫാബിനെയും ഫിർമിനെയും അങ്ങനെ പേരുകൾ മാറി മാറി വന്നിരുന്നുവെങ്കിലും തുടർച്ചയായ നിലവാരം പുലർത്തുന്ന മറ്റാരും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. മുടന്തിയ പാദവുമായി പന്ത് കെട്ടിയ നെയ്മറിന് ഒരിക്കൽ പോലും അവസാന രാത്രിയിലേക്ക് എത്തുവാൻ സാധിച്ചിരുന്നില്ല. അവിടെയും ബ്രസീൽ ജനത തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു. ഡിനോയ്ക്കും നെയ്മറിനും ശേഷം മറ്റൊരു പേരും ആ 10-ാം നമ്പർ ജേഴ്സിയിൽ എഴുതപ്പെട്ടില്ല എന്നത് നിർഭാഗ്യം തന്നെയായിരുന്നു. 2026 വേൾഡ് കപ്പിലേക്ക് വണ്ടി കയറുന്ന കാര്യത്തിൽ പോലും ബ്രസീലിൽ നിന്ന് വിശ്വാസമില്ലാതായിരിക്കുന്നു. ടിറ്റെ ഒരു മികച്ച പരിശീലകൻ എന്ന വാദം എനിക്കൊരു കാലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ തനിക്ക് ലഭ്യമായ മികച്ച താരങ്ങളെ ഒരുമിച്ചിറക്കി റിസൾട്ട് ഉണ്ടാക്കിയിരുന്ന പരിശീലക ഗുണമായിരുന്നു ഞാൻ അയാളിൽ എക്കാലത്തും കണ്ടത്. ഈ അടുത്ത കാലങ്ങളിൽ 3 പരിശീലകർ മാറി മാറി പരിശീലിപ്പിച്ചിട്ട് പോലും ഈ കാലഘട്ടത്തിലേക്കും ബ്രസീൽ മണ്ണ് മികച്ചൊരു കൂട്ടം താരങ്ങൾക്ക് ജന്മം നൽകിയിട്ട് പോലും പഴയ പ്രതാപത്തിലേക്കുള്ള വഴി തുറന്നെടുക്കുവാൻ ഇന്നും ആ ബ്രസീലിനാകുന്നില്ല. ഈ കാലഘട്ടത്തിലും യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ പന്ത് തട്ടുന്നവർ ഉണ്ടായിരുന്നിട്ട് പോലും നാഷണൽ ജേഴ്സിയിലേക്ക് വരുമ്പോൾ അമ്പയെ പരാജയമാകുന്നു, വിജയം മറക്കുന്നു. ആ നിരാശയിലും നെയ്മറില്ലാത്ത ബ്രസീൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു. മറുപുറത്ത് നെയ്മർ തൻ്റെ കരിയറിന് അവസാനമായി എന്ന് ചിന്തിക്കാൻ പോലും തുടങ്ങിയിരിക്കുന്നു. നെയ്മർ യുഗം നടന്നകന്നാൽ പിന്നെ മറ്റെന്ത് എന്ന് ഉത്തരം തേടേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും ബ്രസീൽ യുഗം പിൻകാലത്തെ ഓർമ്മിപ്പിച്ച് ഉയർത്തി നിൽക്കുവാൻ സാധിക്കുമോ എന്ന തോന്നലുകൾ ആരാധകരിൽ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. തർക്കങ്ങളിൽ വാദിക്കാമെങ്കിലും ഈ അടുത്ത കാലത്തെ ബ്രസീൽ യുഗം ദുരന്ത തുല്യമായിരുന്നു. ഇനിയാര് ആ ശാപത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ ഇനിയാര് എന്ന പ്രാർത്ഥനയിലാണ് ബ്രസീൽ കാൽപ്പനികതയെ ഇന്നോളം ആരാധിച്ചവർ. അവിടെയാണ് ദുരന്തങ്ങളിൽ നിന്നും കരകയറ്റുവാൻ അയാൾ വരുന്നത്. താരനിമിടമാണെങ്കിലും തകർച്ചയുടെ പടുകുഴിയിലേക്ക് തകർന്നു വീണ ബ്രസീലിൻ്റെ പ്രശ്നം മാറി മാറി വന്ന പരിശീലകരാണെന്ന് ബ്രസീൽ അസോസിയേഷൻ തിരിച്ചറിഞ്ഞതിൻ്റെ ഉത്തരമായിരുന്നു ആ പേര്. ആ കുറവ് തീർത്ത് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ അവർ തിരഞ്ഞെടുത്ത പേരാണ് ആൻചലോട്ടി എന്ന്. അതെ, സാക്ഷാൽ ഡോൺ കാർലോ ആൻചലോട്ടി. കിരീടങ്ങൾ കാണുന്നത് കാർലോയ്ക്ക് ഒരു പുതുമയല്ലല്ലോ. 6 ചാമ്പ്യൻസ് ലീഗും 3 ക്ലബ്ബ് വേൾഡ് കപ്പും 6 സൂപ്പർ കപ്പും 5 ലീഗ് കിരീടങ്ങളും
മാൻഡ്രിഡിനോടൊപ്പം മാത്രം 15 കിരീടങ്ങൾ കണ്ട് കൊതിമാറിയ എതിരാളികളുടെ തലവര മാറ്റുന്ന തന്ത്രങ്ങളുടെ തമ്പുരാൻ ഡോൺ കാർലോ വരുന്നത് ബ്രസീലിൽ നിന്ന് ബാധിച്ചിരിക്കുന്ന ശാപം മാറ്റിയെടുക്കുവാൻ തന്നെയാണ്. ഇനിയും 2026 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിലേക്ക് കടക്കാത്ത ലാറ്റിൻ അമേരിക്കൻ ടീമുകളിലൊന്നാണ് ബ്രസീൽ. ഇതുവരെ ക്വാളിഫൈ ആയിട്ടുള്ളത് അർജന്റീന മാത്രമാണ്. ലോകോത്തര താരങ്ങളും നിലവിലെ മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി പന്ത് തട്ടുന്ന ഭാവിയിലേക്ക് ഐതിഹാസികത കുടികൊള്ളുന്നവർ ഉണ്ടായിരുന്നിട്ട് പോലും ബ്രസീലിന് അതൊരു ഹാർഡ് ടാസ്ക്കായി മാറുന്നതിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന് കാർലോ ഭാവിയിൽ തെളിയിക്കും. റാഫിനോ, വിനി, റോഡ്രിഗോ തുടങ്ങിയ വൻ തോക്കുകൾ മിനുക്കിയെടുത്തുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് അയാൾ അവരെയും കൊണ്ടൊരു വരവ് വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. റയലിൽ നിന്നും പടിയിറങ്ങുന്ന കാർലോ ആദ്യം പ്രഖ്യാപിക്കുന്നത് തന്നെ നെയ്മറിൻ്റെ തിരിച്ചു വരവാണ്. ഞാനിനി ഒരു ക്ലബിലേക്കും കൂടുമാറില്ല എന്നും ഞാൻ പോകുന്നത് 5 ലോക കിരീടം അലങ്കരിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണെന്നും അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അയാളുടെ ഓരോ വാക്കുകളും ചെന്ന് പതിക്കുന്നത് എതിരാളികൾക്ക് മുകളിലാണ്. ബ്രസീലിനെ അയാൾ തിരിച്ചു കൊണ്ടുവരുമോ എന്ന ഭയത്തിലേക്കാണ്. പഴയ നെയ്മറിൻ്റെ ചില മിന്നലാട്ടങ്ങളും പുതിയ തലമുറയിലെ മികവുറ്റ താരങ്ങളെയും കൂട്ടിയിണക്കി ആക്രമണ ശൈലിയിലൂടെ കാർലോ തൻ്റെ യുഗം ബ്രസീലിൽ ആരംഭിക്കുമ്പോൾ പല കണക്കുകളും പറഞ്ഞു തീർക്കാനുണ്ടാകും. പരിഹസിച്ചവരോടും പരാജയം ആസ്വദിച്ചവരോടും രക്തം കൊണ്ട് തന്നെ അവർ കണക്ക് ചോദിക്കും. 2002 വേൾഡ് കപ്പിനെ ഒന്ന് ഓർത്ത് പോകുകയാണ്. അത്രയും വലിയ സ്കോഡ് ഉണ്ടായിരുന്നിട്ട് പോലും യോഗ്യത നേടുവാൻ അന്നവർ പ്രയാസപ്പെട്ടിരുന്നു. എന്നിട്ടത് അവസാനിപ്പിച്ചതും അവർ തന്നെയായിരുന്നു. എല്ലാ സീമുകളെയും ഭേദിച്ച് 2026 6ാം കിരീടത്തിലേക്ക് കാർലോ ബ്രസീലിനെ നയിച്ചു കഴിഞ്ഞാൽ എക്കാലത്തെ മികച്ച വിധിയെഴുത്തായി അത് മാറുക തന്നെ ചെയ്യും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നാണക്കേടുകൾക്കും ഉത്തരമായി മാറും. എഴുതി തള്ളിയവർക്ക് മറുപടിയായിത്തീരും. ഇനി ഇവിടെ പഴയ ചരിത്രത്തിൻ്റെതോ പ്രതാപത്തിൻ്റെതോ കഥകൾക്കൊന്നും സ്ഥാനമില്ല. ഇത് ഡോൺ കാർലോ ആരംഭിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്ററാണ്. അയാൾ പറയുന്നതാണ് ഇനി ഈ കഥ. അയാൾ പറയുന്നതാണ് ഇനി ഈ കഥയുടെ വിധി. കരളിനുറപ്പുള്ളവർ ഒരുങ്ങിയിരുന്നു കൊള്ളുക. അത് ജോഗോ ബൊണീറ്റോ ഈ ഫുട്ബോൾ ലോകം വീണ്ടും ഭരിക്കുന്ന ഒരു കാലം.